സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദുബായ് ടീകോമുമായി ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട കരാർ ഇടതു സർക്കാർ പൊളിച്ചെഴുതിയത് ഐ.ടി. മേഖലയ്ക്ക് കുതിപ്പേകാൻ. രാജ്യത്തെ ഐ.ടി. മുന്നേറ്റത്തിന് മാതൃകയായ കൊച്ചി ഇൻഫോ പാർക്ക് തുച്ഛവിലയ്ക്ക് കൈമാറുന്നതടക്കം അപകടകരമായ വ്യവസ്ഥകളാണ് LDF സർക്കാർ അന്ന് തിരുത്തിയത്. വസ്തുത ഇതായിരിക്കെ ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ദുഷ്പ്രചരണം തുടരുകയാണ് UDF. 2005 ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചത്. ഇൻഫോ പാർക്ക് ഉൾപ്പെടെ 300ഓളം ഏക്കർ ഭൂമി ദുബായ് കമ്പനിക്ക് കൈമാറാനായിരുന്നു ശ്രമം. 100 ഏക്കർ ഭൂമിക്ക് ഏക്കറിന് വർഷം 1 രൂപയാണ് പാട്ടനിരക്ക് കണക്കാക്കിയത്. അതിൻ്റെ പാട്ടം സ്വതന്ത്രാവകാശമാക്കി നൽകാനും വ്യവസ്ഥ ചെയ്തിരുന്നു. ഇതിനു ചുറ്റുമുള്ള 136 ഏക്കറിന് സെന്റിന് വെറും 26,740 രൂപ നിരക്കിൽ 26 കോടിയാണ് വില കണക്കാക്കിയത്. ഇതിനു പുറമെ രാജ്യത്തെ ഐ.ടി. മുന്നേറ്റത്തിന് മാതൃക കാണിച്ച് ഇൻഫോ പാർക്കിൻ്റെ 62.27 ഏക്കർ ഭൂമിയും 1 ലക്ഷം ചതുരശ്ര അടി കെട്ടിടവും വെറും 109 കോടിക്ക് കൈമാറാമെന്നും അന്ന് വ്യവസ്ഥ ചെയ്തു. സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമായാൽ മറ്റ് ജില്ലകളിലൊന്നും ഐ.ടി. വ്യവസായം പാടില്ലെന്ന ഏറ്റവും അപകടകരമായ വ്യവസ്ഥയും ധാരണാപത്രത്തിലുണ്ടായിരുന്നു. ഈ കരാർ വ്യവസ്ഥകളെ CPIM അന്നേ ശക്തമായി എതിർത്തിരുന്നു. പിന്നീട് 2006 അധികാരത്തിൽ വന്ന LDF സർക്കാർ കരാർ വ്യവസ്ഥകൾ പൊളിച്ചെഴുതി. ഇൻഫോ പാർക്ക് കൈമാറേണ്ടതില്ലെന്നായിരുന്നു പ്രധാന തീരുമാനം. ഭൂമി ടീകോമിന് വിൽക്കേണ്ടെന്നും പകരം 236 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാമെന്നും വ്യവസ്ഥ ചെയ്തു. 100 ഏക്കറിൽ വിൽപ്പനയ്ക്ക് ഉൾപ്പെടെ സ്വതന്ത്രാവകാശം നൽകാനുള്ള വ്യവസ്ഥ വെറും 12% ഭൂമിക്ക് മാത്രമാക്കി ചുരുക്കി. മറ്റ് ജില്ലകളിൽ ഐ.ടി. പാർക്ക് പാടില്ലെന്ന വ്യവസ്ഥയും റദ്ദാക്കി. പിന്നീട് 2011 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന UDF സർക്കാർ പദ്ധതിയിൽ ഒരു താൽപ്പര്യവും കാണിച്ചില്ല. ടീകോം കമ്പനിയും കരാർ വ്യവസ്ഥകൾ പ്രകാരം മുന്നോട്ട് പോയതുമില്ല. കോവിഡ് പ്രതിസന്ധി കമ്പനിയെ ബാധിച്ചതായി ടീകോം വ്യക്തമാക്കിയിരുന്നു. എങ്കിലും അവരുമായി ചർച്ച ചെയ്ത് വിഴിഞ്ഞം മാതൃകയിൽ കരാർ പൊളിച്ചെഴുതാനാണ് LDF സർക്കാർ ആലോചിച്ചു വരുന്നത്. വസ്തുത ഇതായിരിക്കെ ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ദുഷ്പ്രചരണങ്ങൾ തുടരുകയാണ് UDF. കൈരളി ന്യൂസ്, കൊച്ചി.